കരവാളൂർ മാത്ര സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വെഞ്ചേമ്പ് LP സ്കൂളിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മത്സരിച്ച 13 സ്ഥാനാർത്ഥിമാർക്കും 2200-ലധികം വോട്ടുകൾ നേടി വിജയിച്ചു. തിങ്കളാഴ്ച രാവിലെ മാത്രയിലെ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്തു. പുനലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിലെ ഇൻസ്പെക്ടർ രാജേഷായിരുന്നു വരണാധികാരി. CPM പ്രതിനിധിയായ KC അശോക് കുമാറിനെ പ്രസിഡന്റായും CPI പ്രതിനിധിയായ N തുളസിയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. CPIയിലെ അജയ് K പ്രകാശ് KC അശോക് കുമാറിന്റെ പേര് നിർദ്ദേശിക്കുകയും CPM പ്രതിനിധിയായ ശിശുപാലൻ പിന്തുണ നൽകുകയും ചെയ്തു. വൈസ് പ്രസിഡന്റായി N തുളസിയുടെ പേര് നിർദ്ദേശിച്ചത് രാധാകൃഷ്ണപിള്ളയായിരുന്നു. ഡയറക്ടർ ബോർഡ് അംഗം ശശിധരൻ പിള്ള പിന്തുണ നൽകി. അജയ് K പ്രകാശ്, വീരാജൻ, രാധാകൃഷ്ണപിള്ള, ശശിധരൻ പിള്ള, ശിശുപാലൻ, ഷാജി ഫിലിപ്പ്, ശ്രീലത സുഗതൻ, സതീദേവി, സതീഷ് കുമാർ, അജാസ്, ആര്യ ഉദയൻ എന്നിവരാണ് മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. അത് സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവുമായ എല്ലാ പൊതുബോധത്തെയും റീസെന്റ് ആയിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച കർണാടകയിൽ ഒരു മലയാളിയായിട്ടുള്ള ഒരു ലോറി ഡ്രൈവർ മണ്ണിനടിയിലാണ്. ഒരു നിലയിലുള്ള രക്ഷാപ്രവർത്തനവും കാര്യക്ഷമമായി അവിടെ നടക്കുന്നില്ല. അവിടുത്തെ പോലീസോ ഭരണകൂടമോ എന്തിനധികം നാട്ടിലെ ജനങ്ങൾ പോലും താല്പര്യപൂർവ്വമായ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുന്നില്ല. നമ്മളിത് പറയുമ്പോൾ ഒരു മലയാളി മാത്രമാണ് മണ്ണിനടിയിൽ നിന്ന് ധരിക്കരുത്. ആ മണ്ണിനടിയിൽ, ആ വെള്ളത്തിനടിയിൽ വേറെ കുറച്ച് മനുഷ്യരൂടെ ഉണ്ട് ആ സമയത്ത് പെട്ടുപോയത്. അതൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന പോലുമില്ല എന്നുള്ളതാണ്. മാത്ര സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനെന്താ പ്രസക്തി, ഇത് സഹകരണ മേഖലയുമായി ഇതിനെന്താ പ്രസക്തി എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ ഒരുപാട് ആളുകൾ മലയാളികളെ കണ്ടുപിടിയുന്നൊക്കെ വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള ജനപങ്കാളിത്തവും ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളും അത് ഈ സമൂഹത്തിന്റെ പൊതുബോധത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. കോവിഡ് സമയത്ത് ഗംഗാനദിയിൽ ശവം ഒഴുകി നടന്നപ്പോൾ ഈ മാത്രയിലടക്കം മരിച്ച ആളുകളുടെ ഡെഡ് ബോഡി എല്ലാ ആദരവോടും കൂടി കൊണ്ടുവന്ന് അടക്കം ആളെ കിട്ടി എന്നുള്ളത് കേരളീയ സമൂഹത്തിന്റെ പൊതുബോധവുമായി ബന്ധപ്പെട്ടതാണ്. ആ പൊതുബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇത്തരം കൂട്ടായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സഹകരണ മേഖല. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ കുറേയധികം മനുഷ്യർ, സാധാരണ മനുഷ്യർ ഒരുമിച്ച് നിന്ന് ഒരു നാടിന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തേണ്ടതെന്നുള്ളതിന് ലോകത്തിന്റെ മുന്നിലുള്ള ഉദാഹരണമാണ് കേരളത്തിലെ സഹകരണ മേഖല. മാത്ര സർവീസ് സഹകരണ ബാങ്ക് വളരെ കൃത്യമായി ഈ ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വലിയ ഭരണ പുരോഗതി, ഭരണ വിജയം നേടിയിട്ടുള്ള ബാങ്കാണ്. ഈ പ്രദേശം തന്നെ യഥാർത്ഥത്തിൽ പരിശോധിച്ചാൽ കൂടുതലും സഹകരണ മേഖലയിൽ തൊഴിലെടുപ്പ് ജീവനക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം. അതുതന്നെയാണ് ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് മാത്ര സഹകരണ ബാങ്കിൻ്റെ കൂടി വിജയമാണ്. അത് സഹകരണ മേഖലയിൽ ഒട്ടേറെ വിഷയങ്ങൾ രാജ്യത്തെയും കേരളത്തിലെയും മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഹകരണ മേഖലയിൽ കൂടുതൽ ഭരണ സാരഥ്യമുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഉള്ള അക്രമം
നടന്നു വരുന്ന കാലഘട്ടം. ഇതെല്ലാം ഒരു യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറമാണ്. യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത് ജനങ്ങൾക്കറിയാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കാരണം മാധ്യമങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് സഹകരണ മേഖലയെ ആരൊക്കെയോ കട്ടുമുടിക്കുന്ന പ്രസ്ഥാനമാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ. ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് LDF നേതൃത്വത്തിൽ മാത്ര ജംഗ്ഷനിലേക്ക് ആഹ്ലാദ പ്രകടനവും നടന്നു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. LDF നേതാക്കളായ S ബിജു, ഡോക്ടർ K ഷാജി, J ഡേവിഡ്, SN രാജേഷ്, രാമചന്ദ്രപിള്ള, വിനോദ് കുമാർ, പ്രസാദ് ഗോപി, രാജീവൻ നായർ എന്നിവർ സംസാരിച്ചു. ഇതിനപ്പുറം ഒന്നും തന്നെ പറയാനില്ല. നല്ല വിജയമാണ് ആളുകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ആ വിജയം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് ബോധ്യപ്പെട്ട് ഇനിയുള്ള പ്രവർത്തനം നമുക്ക് ഇതിൻ്റെ മുഴുവൻ നല്ല നിലയിൽ ആളുകൾക്ക് അടുത്ത പ്രാവശ്യം സ്ഥാനാർത്ഥികൾ ഒരെണ്ണേ കുറഞ്ഞെങ്കിൽ പോലും അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ ആഗ്രഹിക്കാത്ത വിധത്തിലേക്കുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. അത്രയാണ്, വേറൊന്നും തന്നെ പറയുന്നില്ല. എല്ലാ ആശംസകളും എല്ലാവർക്കും കൊടുക്കുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കരവാളൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥാപനം എന്ന നിലയിൽ ഈ പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ മനുഷ്യരും സഹകാരികളും നമ്മുടെ ബാങ്കിനെ നോക്കുകയാണ്. ഇതിനോടകം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ബാങ്ക് എന്നുള്ള നിലയിൽ പല പ്രാവശ്യം നമുക്ക് പ്രശസ്തി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരഭിപ്രായം, വ്യത്യസ്ത മേഖലകളിൽ ഭാവനാപൂർണ്ണമായി ഇടപെട്ട് ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ബാങ്കായി ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന വ്യത്യസ്ത മേഖലകളിൽ അവരവരുടേതായ കഴിവുകൾ തെളിയിച്ച ഏറ്റവും മെച്ചപ്പെട്ട ഒരു ബോർഡാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ സഹകാരികൾക്ക് മുമ്പിലേക്ക് ഇടതുപക്ഷം വെച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ ഡയറക്ടർ ബോർഡിനെ സഹകാരികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചത്. പരാജയ ഭീതി പൂണ്ട് നേരത്തെ തന്നെ പരാജയം ഉറപ്പിച്ചിരുന്നവരാണ് UDF. ഒരു പ്രശ്നം ഉണ്ടാക്കി ബഹിഷ്കരിച്ച് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില വാർത്താക്കുറിപ്പുകളൊക്കെ ഇറക്കി ഇന്ന് വൈകുന്നേരം ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ സംഘടിപ്പിക്കുന്നു. അത് ഈ സഹകാരികൾ ഇടതുപക്ഷത്തിൻ്റെ ഈ 13 സ്ഥാനാർത്ഥികളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന അത്തരം പ്രതിഷേധങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഏറ്റവും മെച്ചപ്പെട്ട ഒരു ബാങ്കായി വരുന്ന 5 വർഷക്കാലം കൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് ഭാവനാപൂർണ്ണമായി ഇടപെട്ട് ഈ ബാങ്കിനെ ഉത്തരോത്തരം വളർത്തേണ്ടത് ആവശ്യകതയാണ്. അത് നേരത്തെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച് പലരും സൂചിപ്പിച്ചു. ഏതെല്ലാം മേഖലകളിലാണോ, ഇപ്പോൾ കർഷകരുണ്ടോയെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല യുവജന കർഷകന് അവാർഡ് വാങ്ങിച്ച അജാസ് ആ കാർഷിക മേഖലയിൽ ഇടപെടാൻ കഴിയുന്ന അജാസുണ്ട്. ചെറുപ്പക്കാരായ 2 പേർ, സഖാവ് ആര്യയും സഖാവ് സതീഷും, വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന 2 ചെറുപ്പക്കാർ. വനിതാ സഖാക്കളായ അവരുടെ ഘടകങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഈ ബാങ്കിന് ഒരുപക്ഷെ ലീഗൽ അഡ്വൈസ് കൊടുക്കാൻ തന്നെ കഴിയുന്ന സതീദേവി ചേച്ചി, ഡോക്യുമെൻറ്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ. മാത്ര സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ തന്നെ ഏറ്റവും ചരിത്രപരമായ ഒരു ബാങ്കാണ്. ഏതാണ്ട് 1922 നമ്മുടെ ബാങ്ക് രൂപീകൃതമായത്. കേരളത്തിൽ സഹകരണ ആക്ട് വരുന്നതിൻ്റെ ഏതാണ്ട് 10-15 വർഷമായപ്പോഴത്തേക്കും മാത്രയിലെ ഒരു കൂട്ടം സഹകാരികൾ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് ഈ ജില്ലയിലെയും ആദ്യത്തെ സഹകരണ പ്രസ്ഥാനമായി മാത്ര സഹകരണ ബാങ്കിന് രൂപം കൊടുത്തുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അന്നത്തെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീ പൊന്നമ്പള സാർ, അതുകൊണ്ടൊക്കെ തന്നെ മുൻകാലങ്ങളിൽ ഈ ബാങ്കിനെ നയിച്ച ബഹുമാന്യരായ ആളുകൾ, ഇവരെല്ലാം ബാങ്കിൻ്റെ സമസ്ത പുരോഗതിക്കും വേണ്ടി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്ര സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചോളം ഈ കരവാളൂർ പഞ്ചായത്തിൻ്റെ തന്നെ ഏക സാമ്പത്തിക ആശ്രയ കേന്ദ്രമാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാരന് ഒരു അത്താണിയായി മാറുന്ന രീതിയിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഭരിക്കുന്ന ഈ 42 വർഷം കൊണ്ട് ഇവിടെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു പകുതി വാർഡിൻ്റെ, കരവാളൂർ പഞ്ചായത്തിൻ്റെ പകുതി വാർഡിൽ മാത്രം ഇതിൻ്റെ പ്രവർത്തന പരിധിയിൽ ഉണ്ടായിരുന്നത് പിന്നീട് അത് നരിക്കൽ പ്രദേശവും ബെഞ്ച് പ്രദേശവുമായി അവിടുത്തെ ആയിരക്കണക്കിന് സഹകാരികൾക്ക് അത്താണിയായി മാറുവാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
കോൺഗ്രസ് ഭരണം നയിച്ച നരിക്കൽ സർവീസ് സഹകരണ ബാങ്ക് അതായത് പിരിച്ചുവിടപ്പെട്ടപ്പോൾ, ലിക്വിഡേഷൻ ആയപ്പോൾ അതിനെ മാത്ര സർവീസ് സഹകരണമായി അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട്, അതായത് കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടുത്തെ സഹകാരികൾക്ക് ആവശ്യമായ എല്ലാവിധ സഹകരണം ചെയ്തു കൊടുക്കുവാൻ മാത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ ബോർഡിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ആത്മസംതൃപ്തിയോടുകൂടി ഞങ്ങൾ കരുത്ത് പകർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പുതിയ പ്രസ്ഥാനത്തിലേക്ക്, പുതിയ ഭരണസമിതിയിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. തീർച്ചയായും ഈ കരവാളൂർ പഞ്ചായത്തിൽ ഈ ബാങ്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ്, ഏതാണ്ട് 80% കൂടുതൽ വോട്ടുകൾ നേടിയാണ് ഈ സഹകാരികൾ ഞങ്ങളെ വിജയത്തിലെത്തിച്ചത്. തീർച്ചയായും അവരുടെ എല്ലാത്തരം വിശ്വാസത്തിനും ഒരു വിധത്തിലും കോട്ടം തട്ടാതെ അവരെ മുഖ്യധാരയിൽ കണക്കിലെടുത്തുകൊണ്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സഹകാരികൾക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു മാത്രം ഈ ബോർഡിന് വേണ്ടി, ഭരണസമിതിക്ക് വേണ്ടി ഞങ്ങൾ ഏതായാലും ഈ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞങ്ങൾ പുതിയ ഭരണസമിതിയിലേക്ക് തുടക്കം കുറിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട സഹകാരികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.